നമസ്കാരം. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 എക്സാം സിലബസിൽ ഉള്ള അഡോളസൻറ്റ് സൈക്കോളജി എന്ന ടോപ്പിക്കിലെ ഡെവലപ്മെൻറ്റ് തിയറീസ് എന്ന ഭാഗത്തെ കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻ്റ് ആണ്. ഈ ഒരു തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഈ തിയറി പ്രൊപ്പോസ് ചെയ്തത് കോൾബർഗ്സ് ആണ്. ലോറൻസ് കോൾബർഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ നാമം. കോൾബർഗ്സ് ഒരു വ്യക്തിയിലെ മോറൽ ഡെവലപ്മെൻറ്റിനെ 6 സ്റ്റേജസ് ആയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. കൂടാതെ അദ്ദേഹം ഈ 6 സ്റ്റേജസിനെ 3 ലെവലുകളിലായിട്ടാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. പ്രീ കൺവെൻഷണൽ ലെവൽ, കൺവെൻഷണൽ ലെവൽ, പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. ഈ ഓരോ ലെവലിലെയും ഓരോ സ്റ്റേജസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്തതായി ഈ ഓരോ ലെവലിലെയും ഉള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ്, അതിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സും നോക്കാം. ഫസ്റ്റ് സ്റ്റേജാണ് പ്രീ കൺവെൻഷണൽ ലെവൽ. 4 to 10 ഇയേഴ്സ് ഉള്ള ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പറയുന്ന 2 സ്റ്റേജസും കാണിക്കാറുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ദി പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ ആണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ദ ഇൻസ്ട്രുമെൻറ്റ് പർപ്പസ് ഓറിയൻറ്റേഷൻ ആണ്. ആദ്യത്തെ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി മറ്റുള്ളവരെ അനുസരിക്കുന്നതും എല്ലാം തന്നെ പണിഷ്മെൻറ്റിനെ ഭയന്ന് ആയിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂളുകളിലൊക്കെ ഹോംവർക്കുകളൊക്കെ ടീച്ചേഴ്സ് കൊടുക്കുമ്പോൾ എല്ലാ കുട്ടികളും തന്നെ ഈ ഒരു പ്രായത്തിൽ അവർ ചെയ്തുകൊണ്ട് വരുന്നത് ടീച്ചേഴ്സിൽ നിന്നുള്ള പണിഷ്മെൻറ്റിനെ ഭയന്ന് ആയിരിക്കും. ഇത് തന്നെ വീടുകളിലും അച്ഛനും അമ്മയൊക്കെ വഴക്കു പറയുന്നതൊക്കെ വിചാരിച്ചായിരിക്കും പല കാര്യങ്ങളും അവർ അനുസരിക്കുന്നത്. അപ്പോൾ കോൾബർഗ് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ ആണ്. സെക്കൻഡ് സ്റ്റേജാണ് ഇൻസ്ട്രുമെൻറ്റ് പർപ്പസ് ഓറിയൻറ്റേഷൻ. ഇവിടെ ഒരു കുട്ടിയുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ മൊറാലിറ്റി എന്ന് പറയുന്നത് മറ്റെന്തിനെങ്കിലും, അതായത് എന്തെങ്കിലും ഫേവറിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ ഒരു കുട്ടിയോടൊരു വീട്ടിൽ പറയുകയാണ്, കുട്ടിക്ക് എക്സാമിനൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് സൈക്കിൾ വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ റൂമെല്ലാം ക്ലീനാക്കി വെക്കുകയാണെങ്കിൽ ഈ ഒരു ചോക്ലേറ്റ് കൊടുക്കാം എന്നൊക്കെ പറയുമ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവരുടെ മോട്ടീവാണ് ഈ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ്സ് എന്നൊക്കെ പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് കുട്ടികൾ ബിഹേവിയർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ആണ് ഈ ഒരു സ്റ്റേജിൽ പറയുന്നത്. അടുത്ത ലെവലാണ് കൺവെൻഷണൽ ലെവൽ. 10 to 13 ഇയേഴ്സിലുള്ള പ്രായത്തിലുള്ള ലെവലാണിത്. അതായത് ഈ ഒരു പ്രായത്തിൽ കുട്ടികൾ കാണിക്കുന്ന 2 സ്റ്റേജസ് ആണിത്. ദ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിനിങ് ഓറിയൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് പറയുമ്പോൾ മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടിയിട്ടാണ് കുട്ടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അവർക്ക് തനിയെ ശരി ഏതാണ് തെറ്റേതാണ് എന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ റൂൾസ്, അവരുടെ താല്പര്യങ്ങളെയാണ് കുട്ടി ഫോളോ ചെയ്യുന്നത്. ഇതിൽ സെക്കൻഡ് സ്റ്റേജാണ് സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിനിങ് ഓറിയൻറ്റേഷൻ. അതായത് സമൂഹത്തിലുള്ള പല റൂൾസ് ആൻഡ് റെഗുലേഷനെയാണ് ഇവിടെ കുട്ടി ഫോളോ ചെയ്യുന്നത്. അവർക്ക് തനിയെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് അവർക്ക് മനസ്സിലാക്കുന്നില്ല. മൂന്നാമത്തെ ലെവലാണ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. 13 വയസ്സ് തൊട്ട് മുകളിലേക്കുള്ള പ്രായം വരെയുള്ള ലെവൽ ആ ഒരു മൊറാലിറ്റി ബിഹേവിയറിനെയാണ് ഈ ഒരു ലെവലിൽ കോൾബർഗ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലെവലിലും 2 സ്റ്റേജസ് നമുക്ക് കാണാം. ഫസ്റ്റ് സ്റ്റേജ് ദി സോഷ്യൽ കോൺട്രാക്റ്റ് ഓറിയൻറ്റേഷൻ, സെക്കൻഡ് സ്റ്റേജ് ദി യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയൻറ്റേഷൻ. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സോഷ്യൽ കോൺട്രാക്റ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെമോക്രാറ്റിക്കലി ഒരുപാട് ലോസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഡെമോക്രാറ്റിക്കലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ലോസ് എല്ലാം ഒരു കുട്ടി ഫോളോ ചെയ്യുന്നത്, അതായത് സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി ഞാൻ ഈ ഡെമോക്രാറ്റിക്കലി നമുക്കുള്ള ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യണം എന്ന ബോധ്യത്തോടെ കുട്ടി ചെയ്യുന്നതിനെയാണ് സോഷ്യൽ കോൺട്രാക്റ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ലെവലിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ് ദ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയൻറ്റേഷൻ. ഈ ഒരു സ്റ്റേജിൽ കുട്ടിയുടെ മോറാലിറ്റി, അവരുടെ കോൺസൈൻസ് അഥവാ അവരുടെ മനസാക്ഷിക്കും അതുപോലെ തന്നെ യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ, അതായത് ഇപ്പോൾ റെസ്പെക്റ്റ്, ഈക്വാലിറ്റി, ജസ്റ്റിസ് തുടങ്ങിയവയോടുള്ള
വിശ്വാസത്തിനും അടിസ്ഥാനമാക്കിയായിരിക്കും. ഇത്രയുമാണ് കോൾബർഗ്സ് പ്രപ്പോസ് ചെയ്തത് മോറൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്. ഈ ഒരു തിയറി നോക്കുകയാണെങ്കിൽ നമുക്ക് പല ലെവലായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ, അവിടെയുള്ള ഒരുപാട് ഓരോ സ്റ്റേജസിലുമുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഇതൊരു മാസ്റ്റർ ചാർട്ടാണ്. ഇത്രയും നേരം പറഞ്ഞ, അതായത് കോൾബർഗ്സും പറഞ്ഞിട്ടുള്ള 3 ലെവലും ആ 3 ലെവലിലുമായിട്ടുള്ള 6 സ്റ്റേജസും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സുമാണ് ഈ ഒരു മാസ്റ്റർ ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മാസ്റ്റർ ചാർട്ട് നോട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ എക്സാം ടൈമിലൊക്കെ, റിവിഷൻ ടൈമിലൊക്കെ ഇതുപോലുള്ള മാസ്റ്റർ ചാർട്ടുകളും മൈൻഡ് മാപ്പുകളും നമ്മുടെ പ്രിപ്പറേഷനെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഏവർക്കും ഈ ഒരു സെക്ഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ ലിസണിങ്. ബെസ്റ്റ് വിഷസ്.